ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക് സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പരിശുദ്ധ റമളാനിന്റെ ഏറ്റവും അനുഗ്രഹീതമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോവുകയാണല്ലോ നമ്മൾ. ഇതുപോലൊരു പരിശുദ്ധ റമളാന്റെ ഒരു പ്രഭാത സമയത്ത് സുബഹിസ്കാരം കഴിഞ്ഞ് ഒമാനിലെ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന ഒരു സമയം, കുറച്ച് ഖുർആൻ ഓതി ദിക്റുകളെല്ലാം ചൊല്ലി ഏതാണ്ട് സൂര്യൻ ഉദിക്കാൻ പോകുന്ന ആ സമയത്തോടടുത്തപ്പോൾ ഞാൻ എണീറ്റ് പള്ളിയുടെ പുറത്തേക്ക് ഇങ്ങനെ നടക്കാനൊരുങ്ങുമ്പോൾ പിറകിൽ നിന്നൊരു അറബി സുഹൃത്ത് വന്ന് എന്നെ തടഞ്ഞു നിർത്തി, പോകാൻ അനുവദിച്ചില്ല. സ്നേഹത്തിൻ്റെ ഒരു തടയൽ. എന്താണ് അയാൾ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അദ്ദേഹം വളരെ വേഗത്തിൽ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാണോ ഞാൻ പോകുന്നതിന് തടയുന്നത് എന്തിനാണെന്ന് വിശദീകരിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ നിന്നും അദ്ദേഹം ക്ലോക്കിലേക്ക് ചൂണ്ടി സംസാരിച്ചതിൽ നിന്നും എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹജ്ജിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചു. അതായത് അദ്ദേഹം പറഞ്ഞു വന്നത് ഇതാണ്: ഈ പള്ളിയിൽ അധികം ആൾക്കാരും സുബഹിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോയി. നിങ്ങൾ മാത്രം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇവിടെ ഇരുന്ന് ഖുർആൻ ഓതി. ഈ സമയം വരെ നിങ്ങൾ ഇരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് വലിയ അബദ്ധമാണ്. കാരണം നിങ്ങൾ ഈ സമയം വരെ ഇരുന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയ പുണ്യം നഷ്ടപ്പെടുത്തുകയാണല്ലോ. അപ്പൊ ഞാൻ അത് ഹജ്ജിന്റെ കാര്യമല്ലേ നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. എന്നോട് നിനക്കറിയാമല്ലേ ഇത്, എന്നിട്ടും നീ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് സംഭവം? റമളാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ഒരാൾ സുബഹി നിസ്കാരം നിർവഹിക്കുകയും ആ സുബഹി നിസ്കാരം നിർവഹിച്ച അതേ സ്ഥലത്ത് അയാൾ ഇരുന്ന് ഭൗതികമായ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ഒളുവിലായി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇരിക്കുകയും ചെയ്ത് സൂര്യോദയം വരെ ഇരുന്നാൽ ആ മനുഷ്യന് ഒരു ഹജ്ജിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭിക്കും. അതോടൊപ്പം അയാൾ അന്നത്തെ ഒരു 20 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ലുഹായുടെ സമയമാവുമല്ലോ. ലുഹാ നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ പരിപൂർണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അതിലൂടെ അയാൾക്ക് ലഭിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു വലിയ പുണ്യത്തെക്കുറിച്ചാണ് അയാൾ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ഈ വിശുദ്ധ റമളാനിന്റെ ധന്യമായ പ്രഭാതങ്ങളിൽ നമുക്കും അനുഷ്ഠിക്കാൻ പറ്റുന്ന നല്ലൊരു സൽക്കർമ്മമാണ് ഇത്. പരമാവധി ട്രൈ ചെയ്യുക. അള്ളാഹു നമ്മുടെ ശ്രമങ്ങളെല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ സൽക്കർമ്മങ്ങൾക്കും അള്ളാഹു പുണ്യകർമ്മങ്ങൾ ഏറ്റിത്തരുന്ന ഈ റമളാനിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.